ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം സാമ്പത്തികം കുതിച്ചുയരുന്ന വർഷമാണ് 2026. നിങ്ങളെ ഭാഗ്യത്തിൽ മൂടും. അതായത് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന വർഷം തന്നെയാണ് ഈ 2026 എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്നാൽ ഇതിൽ 7 നക്ഷത്ര ജാതകർക്കാണ് വളരെയധികം അനുകൂലവുമായ ഫലങ്ങളും വളരെയധികം ധനനേട്ടങ്ങളും ഈ 2026 വർഷത്തിൽ വന്നെത്തുക. ഈ പുതുവർഷ ഫലത്തിൽ നിങ്ങളുടെ ഗുണവർദ്ധനവിനും അനുകൂലമായ ഫലങ്ങൾ നേടിയെത്തുന്നതിനുമുള്ള ലളിതമായ ദോഷപരിഹാരങ്ങളും ഞാനിവിടെ പറയുന്നു. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഈ വർഷം വളരെയധികം വർദ്ധിക്കും. മനസ്സിൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ തിരികെ കിട്ടുന്ന വർഷമാണ്. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അതോടൊപ്പം വരവിനേക്കാൾ ചെലവ് അധികരിക്കുമെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന കാലമാണ്. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ കഴിയും. ബിസിനസ്സിൽ വളരെയധികം മികവും ധനനേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകും. യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്ന വർഷമാണ്. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകൾക്കും ശമനമുണ്ടാകും. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആശ്വാസം നൽകുന്ന നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണികളെല്ലാം വേണ്ടിവരും. ഭൂമി വിൽപ്പനയിൽ നല്ല തീരുമാനം പ്രതീക്ഷിക്കാം. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉത്തമമായ ബന്ധം ലഭിക്കും. അതുപോലെ കഫജന്യ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുണ്ട്. സൗഹൃദങ്ങളിൽ ഉലച്ചിൽ തട്ടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വർഷമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും. സൽസന്താന ഗുണം അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ വളരെയധികം പുരോഗതി, മാനസികമായ സംതൃപ്തി ഇവ നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വിജയം ഉണ്ടാകും. ദോഷശമനത്തിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണപ്രദമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് താൽക്കാലിക ജോലികളുള്ള ആളുകളാണെങ്കിൽ അവ സ്ഥിരപ്പെട്ട് കിട്ടുന്നതാണ്. തൊഴിൽപരമായ യാത്രകൾ ഉണ്ടാകും. അതോടൊപ്പം നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനത്തിൽ വിജയവും ഉണ്ടാകുന്ന വർഷമാണ്. കുടുംബ സൗഖ്യം, ബന്ധുജന സമാഗമം ഇവയുണ്ടാകും. ബന്ധുജന സഹായം ലഭിക്കുന്ന വർഷമാണ്. അതുപോലെ മാനസികമായ സുഖവർദ്ധനം ഉണ്ടാകും. എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നേട്ടം ഉണ്ടാകുന്ന വർഷമാണ്. വാത കഫജന്യ രോഗമുള്ള ആളുകളാണെങ്കിൽ ഇവയാൽ നിങ്ങൾക്ക് അധിക കാലം വിഷമിക്കേണ്ടി വരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ കഴിയും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവുണ്ടാകുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി ഉണ്ടാകും. അനാവശ്യമായ ചിന്തകളുള്ള ആളുകളാണെങ്കിൽ ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടൊഴിയുന്ന വർഷമാണ്. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനമുണ്ടാകും. പൈതൃക സ്വത്തിൽ അനുഭവം വന്നു ചേരും. വർഷം മധ്യം കഴിഞ്ഞാൽ കൂടുതലായി നിങ്ങൾക്ക് യാത്രകൾ ഉണ്ടാകുന്നതാണ്. ഭക്ഷണ സുഖം കുറയും. പല്ലുകൾക്കുള്ള രോഗത്തിനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി സംഗമം, ഗൃഹനിർമ്മാണത്തിൻ്റെ പുരോഗതി, സുഹൃത്തുക്കളിൽ നിന്നും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഈ വർഷം സഫലമാകും. ഇനി നിങ്ങളുടെ ഗുണവർദ്ധനവിനും ദോഷശമനങ്ങൾക്കുമായി ശിവനെ ഭജിക്കുക. നാളിൽ ശിവങ്കൽ ഭസ്മ അഭിഷേകം നടത്തുക. ശ്രീകൃഷ്ണ സ്വാമിക്ക് തുളസിമാല ചാർത്തി വെണ്ണ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണപ്രദമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടബാധകളെല്ലാം കുറച്ചെങ്കിലും കുറയ്ക്കുവാൻ സാധിക്കുന്ന വർഷമാണ്.
മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ കഴിയും. നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുന്ന വർഷം കൂടിയാണ്. ദാമ്പത്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹൃതമാകും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ ധനനഷ്ടം, കർമ്മരംഗത്ത് എതിർപ്പുകൾ ഇവയുണ്ടാകും. വാഹനം വാങ്ങിക്കുവാനുള്ള യോഗം ഉള്ള വർഷമാണ്. തൊഴിൽപരമായി വളരെയധികം അവസര നഷ്ടമുണ്ടാകും. യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. സുഹൃത്ത് സഹായം വർദ്ധിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണമുണ്ടാകുന്നതാണ്. തൊഴിൽപരമായി നിങ്ങൾക്കധിക യാത്രകൾ, രോഗദുരിതത്തിൽ നിന്നുള്ള ശമനം, പൂർവിക സ്വത്തിൻ്റെ ലാഭം, ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഇവ പ്രതീക്ഷിക്കാം. സംസാരത്തിലെല്ലാം തന്നെ അധിക ശ്രദ്ധ പുലർത്തുക. അടുത്ത സുഹൃത്തുക്കൾ വഴി ധനസഹായം, പഠനത്തിൽ ശ്രദ്ധ ഇവയുണ്ടാകുന്നതാണ്. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നും പെരുമാറ്റ വിഷമമുണ്ടാകും. വിദേശ യാത്രാശ്രമം വിജയിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്കായി ഈ വർഷം കുറച്ച് പണം നിങ്ങൾക്ക് മുടക്കേണ്ടി വരുന്നതാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം മികവോടെ മുന്നേറുവാൻ സാധിക്കും. രോഗശമനമുണ്ടാകും. നിങ്ങളുടെ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല, വെണ്ണ ഇവ നൽകുക. നിങ്ങളുടെ നാളിൽ പാൽപ്പായസ നിവേദ്യത്തോടെ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഗുണപ്രദമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് തൊഴിലിൽ വളരെയധികം പുരോഗതി ഈ വർഷമുണ്ടാകും. അതുപോലെ വരവിനൊപ്പം ചെലവും അധികരിക്കുന്നതാണ്. സന്താന ഗുണം വർദ്ധിക്കും. വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകൾ സാധിക്കുമെങ്കിൽ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുന്നതാണ്. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം, ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, മാതാവിന് തത്തുല്യരായ ആളുകൾക്കോ അരിഷ്ടതകൾ ഇവ പ്രതീക്ഷിക്കാം. അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗാതി ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഏർപ്പെടരുത്. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടി വരാം. ദോഷശമനത്തിനുമായും നാളിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ ഭവനത്തിൽ നിത്യേന ദേവീ മാഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വർദ്ധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കുവാൻ യോഗമുള്ള വർഷമാണ്. അതുപോലെ യാത്രകൾക്കിടയിൽ വീഴ്ച, പരുക്ക് ഇവയുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ നേരിടേണ്ടി വരും. ബിസിനസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി നിങ്ങൾക്ക് സ്ഥലം മാറ്റമുണ്ടാകും. ഗൃഹത്തിൽ ശാന്തത കൈവരുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല നേട്ടം പ്രതീക്ഷിക്കാം. ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അതുപോലെ ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്ത് കഴിയുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. പുതിയ പദ്ധതികളിൽ പണം മുടക്കുകയും അവയിൽ നിന്നും മികച്ച നേട്ടവും നിങ്ങൾക്ക് കൈവരും. അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളെല്ലാം ശമിക്കുന്നതാണ്. ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും. ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള വർഷമാണ്. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യം വന്നുചേരും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിമാല ചാർത്തുന്നതുമെല്ലാം വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. രോഗദുരിതങ്ങളെല്ലാം തന്നെ ഈ വർഷം ശമിക്കുമെങ്കിലും ചില ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹ അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിച്ചു കിട്ടും. കുടുംബത്തിൽ സ്ത്രീ ജനങ്ങൾ മുഖേന കലഹങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിവാഹ ബന്ധത്തിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാകും. ഏറ്റെടുത്ത പ്രവൃത്തികളെല്ലാം തന്നെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്.
അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് വിജയം ഉറപ്പായുള്ള വർഷമാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവ്, ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയിൽ ഏർപ്പെടുവാൻ അനുകൂലമായ സമയമല്ലെങ്കിലും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനുള്ള യോഗമുണ്ട്. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകളാണെങ്കിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ഔഷധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അലർജി പിടിപെടുവാൻ ഇടയുള്ള വർഷമാണ്. നിങ്ങളുടെ ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക. നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മാനസികമായ നിരാശ ഈ വർഷം വളരെയധികം വർദ്ധിക്കും. സഹായ വാഗ്ദാനങ്ങളിൽ നിന്നും സുഹൃത്തുക്കൾ പിൻവാങ്ങുവാൻ ഇടയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. ഉപഹാരങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള വർഷമാണ്. നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ വളരെയധികം കഠിനമായ ശ്രമം ഈ വർഷം വേണ്ടിവരും. മാനസികമായി നിലനിന്നിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. വീട് പുതുക്കി പണിയുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുടുംബ സൗഖ്യം വർദ്ധിക്കും. അതുപോലെ വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് സുഖം ലഭിക്കുന്നതാണ്. വാഹനം മാറ്റി വാങ്ങുന്ന കാര്യം ആലോചനയിൽ വരുന്നതാണ്. കഫജന്യ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുണ്ട്. ദീർഘയാത്രകളെല്ലാം തന്നെ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഉന്നത വിജയം പ്രതീക്ഷിക്കാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളുപായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഇവ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം, വരവിനൊപ്പം ചെലവും അധികരിക്കുന്നതാണ്. സന്താന ഗുണം വർദ്ധിക്കും. വാഹനയാത്രകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള വർഷമാണ്. രോഗദുരിതങ്ങൾ അനുഭവിക്കുവാൻ ഇടയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ഗൃഹ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്. സ്ത്രീ ജനങ്ങൾ മുഖേന കലഹം ഉണ്ടാകുവാനും ഇടയുള്ള വർഷമാണ്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കും. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായേക്കാം. അശ്രദ്ധ വർദ്ധിച്ച് ചെറിയ വീഴ്ച, അതുമല്ലെങ്കിൽ പരിക്ക് എന്നിവ സാധ്യതകളാണ്. പരിശ്രമിച്ച് കാര്യവിജയമുണ്ടാകും. മംഗല്യ ഭാഗ്യം പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനിടയുണ്ട്. ലഹരി വസ്തുക്കളിൽ നിന്ന് മുക്തി നേടാവുന്ന വർഷമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, ഔദ്യോഗികപരമായ യാത്രകൾ വേണ്ടിവരും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽ പെടുവാൻ ഇടയുള്ള വർഷമാണ്. സാമ്പത്തികമായി നിങ്ങൾ വളരെയധികം അച്ചടക്കം പാലിക്കുവാൻ പലപ്പോഴും കഴിയാതെ വരും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ഉള്ള ആളുകളാണെങ്കിൽ മികച്ച ലാഭവും ധനനേട്ടവും പ്രതീക്ഷിക്കാം. ബന്ധുജന ഗുണം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ കഴിയുന്നതാണ്. മാനസികമായി നിലനിന്നിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും
ഈ വർഷം സാധിച്ചു കിട്ടും. അതുപോലെ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. കർണരോഗബാധ, ഇഷ്ടജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരുന്ന അവസ്ഥ, അതുപോലെ വാസസ്ഥാനത്തിന് മാറ്റം, ഇവയെല്ലാം സാധ്യതകളാണ്. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന എല്ലാവിധ തടസ്സങ്ങളും ഈ വർഷം മാറിക്കിട്ടും. യാത്രകൾ വഴി വളരെയധികം നേട്ടമുണ്ടാകും. നിങ്ങളുടെ ആഗ്രഹമായിരുന്ന പുതിയ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. താൽക്കാലിക ജോലിയെങ്കിലും നിങ്ങൾക്ക് സ്ഥിരപ്പെടുന്ന വർഷമാണ്. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുമുള്ള പെരുമാറ്റം വിഷമം സമ്മാനിക്കും. വിദേശ യാത്രാശ്രമം വിജയിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾക്കായി ഈ വർഷം പണച്ചെലവുണ്ടാകും. വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂലമായ മറുപടികൾ പ്രതീക്ഷിക്കാം. യാത്രകൾ വഴി വളരെയധികം നേട്ടമുണ്ടാകും. അതുപോലെ സുഹൃത്തുക്കൾക്കായി പണച്ചെലവ് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ അല്പം കഠിനമായ ശ്രമം ഈ വർഷം വേണ്ടിവരും. കുടുംബപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ കഴിയുന്നതാണ്. പ്രധാന തീരുമാനങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ വരുമാന മാർഗം പ്രതീക്ഷിക്കാം. അപരിചിതരായ ആളുകളിൽ നിന്നും ചതി നേരിടുവാൻ സാധ്യതയുള്ള വർഷമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. ഭവനത്തിൽ ഗണപതി സങ്കല്പത്തിൽ ഭജിക്കുക. നാളിൽ ഗണപതി ഹോമം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഈ വർഷം വളരെയധികം വർദ്ധിക്കുന്നതാണ്. മനസ്സിൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ തിരികെ കിട്ടും. തൊഴിൽപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വരവിനേക്കാൾ നിങ്ങൾക്ക് ചെലവ് അധികരിക്കും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ കഴിയുന്നതാണ്. വാഗ്ദാനം നൽകുമ്പോൾ ശ്രദ്ധിക്കുക. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ വർഷം മുതിരരുത്. ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം മാറിക്കിട്ടും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായി വിഷമതകൾ ഉണ്ടാകും. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സന്താന സൗഭാഗ്യമുണ്ടാകുന്ന വർഷമാണ്. നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ ധനലാഭം, സന്താന ഗുണം അനുഭവിക്കുവാനും സാധിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് ഉത്തമ ബന്ധം ലഭിക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശിവോഷ്ടത്ര ജപം നടത്തുന്നതും വളരെയധികം ഗുണപ്രദമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. ബന്ധുജന സഹായം എല്ലാ രീതിയിലും ഈ വർഷമുണ്ടാകും. മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചെലവിനായി വളരെയധികം പണച്ചെലവുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തി ഉണ്ടാകുന്നതാണ്. അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയുന്ന വർഷമാണ്. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം, പൈതൃക സ്വത്തിൻ്റെ അനുഭവങ്ങളും വന്നു ചേരും. യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഭക്ഷണ സുഖം കുറയും. പല്ലുകൾക്ക് രോഗസാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായി യാത്രകൾ ഉണ്ടാകുന്നതാണ്. ബന്ധുഗുണ വർധനവ്, ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം ഇവ വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണത്തിൽ ചെലവ് അധികരിക്കും. സുഹൃത്തുക്കളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ദേവീ ഭജനം നടത്തുക. ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്രപുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുക. ദേവിക്ക് ചുവപ്പ് പട്ട് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ മുഖേന നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവിക വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. തൊഴിലിനായുള്ള പരിശ്രമത്തിൽ ഭാഗികമായെങ്കിലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. സ്വന്തം പ്രവർത്തന ലാഭത്തിനായി അപവാദം കേൾക്കേണ്ടതായി വരും.
ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കണം. മുൻകോപം വളരെയധികം നിയന്ത്രിക്കേണ്ട വർഷമാണ്. ദാമ്പത്യ ജീവിതത്തിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം. നിങ്ങളുടെ മാതാവിന് ശാരീരിക അസുഖങ്ങൾക്ക് തുടർന്നും വൈദ്യ സന്ദർശനം വേണ്ടിവരുന്ന വർഷമാണ്. പല വിധത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി അനുഭവപ്പെട്ടിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. യാത്രകൾ വർദ്ധിക്കും. സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിനുള്ള സാധ്യതയുണ്ട്. പ്രേമവിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീട്ടുകാരിൽ നിന്നുമുള്ള അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം നടത്തുക. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഈ വർഷം ആത്മവിശ്വാസം വർദ്ധിക്കും. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും പ്രശംസ നേടുവാൻ കഴിയുന്നതാണ്. സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യമുണ്ടാകും. പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാം. വിവാഹം ആലോചിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. നിങ്ങളുടെ പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെടും. ഗൃഹ അന്തരീക്ഷം വളരെയധികം സംതൃപ്തികരമായിരിക്കും. വാഹന സംബന്ധമായ ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസാരസ്യങ്ങൾ ഉടലെടുക്കുന്നതാണ്. അന്യജന സഹായത്താൽ കാര്യവിജയം. തൊഴിൽ രഹിതരായ ആളുകൾക്ക് താൽക്കാലികമായ ജോലിയെങ്കിലും ഈ വർഷം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത. പൊതുപ്രവർത്തകർക്ക് അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കേണ്ടി വരും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകും. അവയെ എല്ലാം അതിജീവിക്കുവാൻ ആത്മധൈര്യം ആവശ്യമായ വർഷമാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവിൽപ്പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രത്തിൽ ഇരുന്ന് ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. മംഗളകർമ്മങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. മാതാവിന് വളരെയധികം അരിഷ്ടതകളുണ്ടാകും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കലാപരമായ കാര്യങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും. പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് അധിക യാത്രകൾ വേണ്ടിവരുന്ന വർഷമാണ്. തുടങ്ങിവച്ച പ്രവർത്തനങ്ങളിൽ എല്ലാ രീതിയിലും വിജയിക്കുവാൻ കഴിയും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നതാണ്. ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തുന്നതാണ്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മറികടക്കുവാൻ കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും. മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്നും ധനലാഭം, സന്താനങ്ങളാൽ മനസ്സന്തോഷം ഇവ വർദ്ധിക്കുന്നതാണ്. വർഷപ്പകുതി കഴിഞ്ഞാൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ രംഗം ഇടയ്ക്കിടെ ശാന്തമാകുന്നതാണ്. നിങ്ങളുടെ മേലധികാരിയുടെ അപ്രിയം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആരോഗ്യപരമായി അനുകൂലമായ സമയമാണ്. വിവാഹം ഉറപ്പിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ മാനസികമായ ഉത്കണ്ഠ ഉണ്ടായിരുന്നത് അവസാനിക്കും. സുഹൃത്ത് സഹായം പ്രതീക്ഷിക്കാം. ദ്രവ്യലാഭത്തിനുള്ള സാധ്യതയുണ്ട്. ഗൃഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്തും നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അവർ സ്വയം ഒഴിഞ്ഞു പോകുന്നതാണ്. യാത്രകൾ വേണ്ടിവരും. മാനസികമായ സന്തുഷ്ടി അനുഭവപ്പെടുന്ന വർഷമാണ്. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം.
വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂലമായ മറുപടികൾ ഇവയെല്ലാം വന്നു ചേരും. യാത്രകൾ വഴി വളരെയധികം നേട്ടമുണ്ടാകും. കടങ്ങളെല്ലാം തന്നെ വീട്ടുവാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ വിജയിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ഭജനം നടത്തുക. നിത്യേന ലളിതാ സഹസ്രനാമം ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തുക. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. മറ്റുള്ളവരുമായി നിങ്ങൾക്ക് കലഹ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. പിതാവിന് അരിഷ്ടതകൾ. അനുകൂലമായി നിന്നിരുന്നവർ പിന്നാക്കം പോകുവാനും ഇടയുള്ള വർഷമാണ്. അനാരോഗ്യം മൂലം മുൻ തീരുമാനങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. വിദേശ സഞ്ചാരം സാധ്യമാകും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ടി വരുന്നതാണ്. ലഹരി വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കും. വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാൻ ഇടയുള്ള വർഷമാണ്. കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയിക്കുന്ന വർഷമല്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ. ബന്ധുജന സഹായം വഴി സാമ്പത്തികമായ വിഷമതകൾ മറികടക്കുവാൻ സാധിക്കും. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രമോഷൻ ലഭിച്ചു കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ നേട്ടം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. സർക്കാർ ജോലി ലഭിക്കുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന വർഷമാണ്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കുവാനും കഴിയുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിങ്കൽ നീരാഞ്ജനം കത്തിക്കുക. എള്ള് പായസ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം നേട്ടങ്ങളുണ്ടാകും. നഷ്ടപ്പെട്ടു എന്നു കരുതിയ വസ്തുക്കളെല്ലാം തന്നെ തിരികെ ലഭിക്കുന്ന വർഷമാണ്. വാസസ്ഥാനത്തിലും മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാനലബ്ധി എന്നിവ ഉണ്ടാകും. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി, ആരോഗ്യസ്ഥിതി ഇവ മെച്ചപ്പെടുന്നതാണ്. വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും. സഞ്ചാരക്ലേശം അനുഭവിക്കും. അന്യരുമായി ഇടപെട്ട് മാനഹാനിക്കുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നതാണ്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ ഇവയിൽ വിജയിക്കുവാൻ കഴിയും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പണം മുടക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകളെ വളരെയധികം നേരിടേണ്ടി വരും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടത ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട്. ഭക്ഷണസുഖം വർദ്ധിക്കുന്നതാണ്. കടങ്ങൾ വീട്ടുവാൻ ഒരു പരിധിവരെ ഈ വർഷം സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ഉന്നമനം പ്രതീക്ഷിക്കാം. നേത്രരോഗ സാധ്യതയുണ്ട്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ സ്വാമി ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ, അവൽ ഇവ നിവേദിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ വർഷമാണ്. ബന്ധുജന സഹായം വഴി പെട്ടെന്നുള്ള കാര്യസാധ്യമുണ്ടാകും. വിവാഹാലോചനകൾ തീരുമാനത്തിലാകുന്നതാണ്. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. വ്യവഹാരങ്ങളിൽ വിജയം നേടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതാണ്. ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പരിക്കിനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരാം. സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹൃതമാകുന്നതാണ്. പെരുമാറ്റത്തിൽ നിന്നും കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കേണ്ടി വരും. ബന്ധുജന ഗുണം വർദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി ഉണ്ടാകും. ഇരുചക്ര വാഹനം വാങ്ങുവാൻ കഴിയുന്ന വർഷം കൂടിയാണ്. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി. പ്രശ്ന പരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടിയും വരുന്നതാണ്. കുടുംബസമേതം വിനോദയാത്രകൾ, കലാപരിപാടികൾ എന്നിവയിൽ സംബന്ധിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. ശിവങ്കൽ എള്ളെണ്ണ വിളക്ക് ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. യഥാശക്തി അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്.
അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ യാത്രകൾ വേണ്ടിവരും. മാനസികമായ സന്തോഷം വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കൾ തമ്മിൽ ഒത്തുചേരുവാനുള്ള ഭാഗ്യമുണ്ടാകും. വീട്ടിൽ അറ്റകുറ്റപ്പണികൾ വരും. തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാനും ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കുവാനും ഇടയുണ്ട്. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തും. തൊഴിൽ രംഗത്ത് നിന്നും അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനം നടത്തുവാൻ കഴിയുന്നതാണ്. ദീർഘദൂര യാത്രകൾക്കായി പണച്ചെലവുണ്ടാകും. ത്വക്കുരോഗ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കും. ബന്ധുക്കളിൽ നിന്നുമുള്ള അകൽച്ച അവസാനിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത, സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഇവ ഉടലെടുക്കുകയും ശമിക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കോഴ്സുകളിൽ പ്രവേശനം, കലാ കായിക രംഗത്ത് നേട്ടങ്ങൾ, ഭൂമിയിൽ നിന്നും ധനലാഭം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാം. തൊഴിൽപരമായും വളരെയധികം മേന്മ ഉണ്ടാകുന്ന വർഷമാണ്. പുതിയ വസ്ത്ര ആഭരണങ്ങൾ വന്നു ചേരും. ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. നിത്യേന ഭവനത്തിൽ വിഷ്ണു ഭജനം നടത്തുക. സാധുജനത്തിന് അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. നടപ്പാകില്ലെന്ന് കരുതിയ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന കാലമാണ്. ദേഹസുഖം കുറയും. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതാണ്. അതുപോലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും വന്നുചേരും. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കം അവസാനിക്കുന്നതാണ്. സകുടുംബ യാത്രകൾ നടത്തും. തൊഴിൽ സംബന്ധമായ യാത്രകളും ഈ വർഷം വേണ്ടിവരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഈ വർഷം നിറവേറുന്നതാണ്. രോഗദുരിതങ്ങളിൽ നിന്നും ശമനം, ബന്ധുജനങ്ങളിൽ നിന്നും സഹായം എന്നിവ പ്രതീക്ഷിക്കാം. ജലജന്യ രോഗങ്ങൾ പിടിപെടുവാൻ ഇടയുണ്ട്. തൊഴിൽപരമായുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ മാനസികമായ ഉത്കണ്ഠ മൂലം ഗൃഹസൗഖ്യം കുറയാതെ വരുന്നതാണ്. പ്രവർത്തന വിജയം പ്രതീക്ഷിക്കാം. ബന്ധുജന സമാഗമമുണ്ടാകും. ഉദര സംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടിവരുന്നതാണ്. അടുത്ത ബന്ധുക്കൾക്ക് രോഗാതി ദുരിതകാലമാണ്. ആഹാര കാര്യത്തിൽ ശ്രദ്ധ കുറയുന്നതാണ്. സർക്കാരിലേക്ക് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരും. വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് വിജയം, മനസ്സിന് സന്തോഷകരമായ വാർത്തകൾ എന്നിവ ശ്രവിക്കുവാൻ കഴിയുന്നതാണ്. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് അരിഷ്ടത. ദോഷശമനത്തിനായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിച്ച് നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുക. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ജീവിത പങ്കാളിക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ആരോഗ്യപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കും. തൊഴിലിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. മാനസികമായി നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുന്നതാണ്. കടമിടപാടുകൾ ഒരു പരിധിവരെ ഈ വർഷം കുറയ്ക്കുവാൻ കഴിയും. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയം ഉറപ്പാണ്. ബന്ധുജന ഗുണം അനുഭവിക്കുവാൻ കഴിയും. വളരെയധികം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന വർഷമാണ്. ദാമ്പത്യ ജീവിത സൗഖ്യമുണ്ടാകും. മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം മനോവിഷമം. പഠനത്തിലും ജോലിയിലും അലസത ഇവയുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവിടേണ്ടി വരും. വിവാഹം വാക്കുറപ്പിക്കും. വാഗ്ദോഷം മൂലം അപവാദത്തിൽ പെടാതെ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാലാവസ്ഥ ജന്യ രോഗസാധ്യതയുണ്ട്. ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകൾ ഉണ്ടാകും. സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കുന്നതാണ്. സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ തീരുമാനമുണ്ടാകും. വിദേശത്ത് നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും അകന്നു കിട്ടുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണി വേണ്ടിവരും. പൊതുപ്രവർത്തന രംഗത്ത് പ്രശസ്തി വർദ്ധിക്കുന്നതാണ്. സുഹൃത്ത് സഹായമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഔഷധ സേവ അവസാനിപ്പിക്കുവാൻ കഴിയുന്നതാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം, ജന്മനാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തുക. ഒപ്പം ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നതും ഗുണകരമാണ്.
അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഗുണഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന വർഷമാണ്. ആരോഗ്യപരമായും ധനപരമായും തൊഴിൽപരമായും നിലനിന്നിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും വിട്ടൊഴിയുന്ന വർഷമാണ്. ബന്ധുക്കളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സ്വദേശം വിട്ട് അലഞ്ഞു നടന്നിരുന്ന ആളുകൾക്ക് തിരിച്ച് നാട്ടിലെത്തുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കുന്നതാണ്. പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവിക വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. ആത്മധൈര്യം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അരിഷ്ടതകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ശാരീരിക സുഖം അനുഭവത്തിൽ വരുന്ന വർഷമാണ്. പല വിധത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറി മനസ്സമാധാനം കൈവരുന്നതാണ്. വിവാഹാലോചനകൾ പൂർണ്ണതയിലെത്തുന്നതാണ്. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ ഈ വർഷം നടന്നു കിട്ടും. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. നിത്യേന ശിവസ്തോത്ര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഗുണഫലങ്ങൾ വളരെയധികം നിറഞ്ഞ വർഷമാണ്. ജീവിത വിജയത്തിന് അടിത്തറ പാകുന്ന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. ജീവിത സുഖവർദ്ധനവുണ്ടാകും. സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് നിരവധി ദീർഘയാത്രകൾ വേണ്ടിവരും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. പിതൃസ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്നും അനുഭവ ഗുണമുണ്ടാക്കുകയോ ചെയ്യുന്നതാണ്. ദാമ്പത്യ ഭിന്നതകളെല്ലാം മാറും. രോഗദുരിതങ്ങളെ കഴിഞ്ഞിരുന്നവർക്ക് ആരോഗ്യ പുഷ്ടി ഉണ്ടാകും. വാഹന സംബന്ധമായ പണച്ചിലവ് അധികരിക്കുന്നതാണ്. തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ സഹായത്താൽ പ്രണയബന്ധങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതാണ്. സൽസന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല കാലമാണ്. മാനസികമായി നിലനിന്ന സംഘർഷത്തിന് അയവുണ്ടാകും. ഉന്നത വിദ്യക്കുള്ള പ്രവേശനം ലഭിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ധർമ്മശാസ്ത്ര ഭജനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക. ശാസ്ത്ര അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണം. ഉത്തമ സന്താനയോഗമുള്ള കാലം കൂടിയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, ഔദ്യോഗികപരമായ യാത്രകൾ, മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ എന്നിവയിൽ വിജയിക്കുവാനും സാധിക്കുന്നതാണ്. അന്യരുടെ സഹായം ലഭിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് വിജയം ഉണ്ടാകുന്നതാണ്. ദേഹസുഖം വർദ്ധിക്കും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി, സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം എന്നിവ ലഭിക്കുന്നതാണ്. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽ പെടുവാനും ഇടയുണ്ട്. രോഗദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. നിങ്ങൾ ഏർപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ വിജയം, ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി, ബന്ധുക്കൾ നിമിത്തം നേട്ടങ്ങൾ, പൊതുപ്രവർത്തനങ്ങളിൽ വിജയം, പൈതൃക സ്വത്തിൻ്റെ അനുഭവം എന്നിവ പ്രതീക്ഷിക്കാവുന്ന വർഷം കൂടിയാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനനേട്ടമുണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്നതാണ്. അതുപോലെ അശ്രദ്ധ മൂലം ചെറിയ വീഴ്ച, പരിക്ക് എന്നിവ സാധ്യതകളാണ്. നിങ്ങളുടെ ദോഷശമനത്തിനായി ദേവീ ഭജനം നടത്തുക. ഭവനത്തിൽ ദേവീ നാമജപം നടത്തുക. നാളിൽ ദേവീ ക്ഷേത്രത്തിൽ ജയാദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വർഷമാണ്. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടുവാൻ കഴിയും. ബന്ധുജനങ്ങൾ മുഖേന കാര്യസാധ്യം, പരീക്ഷകളിൽ വിജയം, വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി എന്നിവ പ്രതീക്ഷിക്കാം. പിതാവിന് പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ ഉണ്ടാകും. ഗൃഹ അന്തരീക്ഷം വളരെയധികം സംതൃപ്തകരമായിരിക്കും. വാഹന സംബന്ധമായ ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ അസാരാസ്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലിയെങ്കിലും വന്നുചേരും. പഠനത്തിൽ അലസത ഉണ്ടാകുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തകർക്ക് അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കേണ്ടി വരും.
വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവിൽ, പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രത്തിൽ ഇരുന്ന് ജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അരിഷ്ടതകളും ശമിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. അതുപോലെ ബന്ധുക്കൾ ശത്രു മനോഭാവത്തോടെ പെരുമാറുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും. അതുപോലെ പഠനത്തിൽ ശ്രദ്ധ കുറയും. തൊഴിലുമായി ബന്ധപ്പെട്ട് അധിക യാത്രകൾ വേണ്ടി വരുന്നതാണ്. നിങ്ങൾ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഴിയും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നതാണ്. ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തുവാൻ ഇടയുണ്ട്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള തടസ്സം മറികടക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും. മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്ന് ധനലാഭം, സന്താനങ്ങളാൽ മനസ്സന്തോഷം ഇവ വർദ്ധിക്കുന്നതാണ്. മാസം പകുതി കഴിഞ്ഞാൽ ഉദര സംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ രംഗം ഇടയ്ക്കിടെ അശാന്തമാകും. മേലധികാരിയുടെ അപ്രിയം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആരോഗ്യപരമായി അനുകൂലമായ സമയമാണ്. വിവാഹം ഉറപ്പിക്കുവാനും തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്നത് അവസാനിക്കും. നല്ല ബന്ധങ്ങൾ വഴി സഹായം വന്നു ചേരും. ദ്രവ്യലാഭത്തിനുള്ള സാധ്യതയുണ്ട്. ഗൃഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്തും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അവർ സ്വയം ഒഴിഞ്ഞു പോകുന്ന വർഷമാണ്. യാത്രകൾ വേണ്ടിവരും. മാനസികമായ സന്തുഷ്ടി അനുഭവപ്പെടുന്നതാണ്. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം. വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂലമായ മറുപടികൾ ഇവയുണ്ടാകും. യാത്രകൾ വഴി വളരെയധികം നേട്ടമുണ്ടാകുന്നതാണ്. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. സുഹൃത്തുക്കൾക്കായി പണച്ചിലവുണ്ടാകും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വിജയം ഉറപ്പാണ്. അതുപോലെ ഈ വർഷം ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുന്നതാണ്. ദോഷശമനത്തിനായി ദേവി ഭജനം നടത്തുക. നിത്യേന ലളിത സഹസ്രനാമം ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച് ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.